നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണു നിറച്ചു വന്ന ടിപ്പർ ലോറി ആൾക്കൂട്ടത്തിലേക്ക് മറിഞ്ഞ് 3 മരണം. മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥി. അപകടത്തിൽപ്പെട്ടത് ബസ് കാത്തുനിന്നവർ. 4 കുട്ടികൾക്ക് പരിക്ക്. ബൈക്കിലിടിച്ച് ടിപ്പർ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അപകടം വരുത്തിവെച്ചത് തേഞ്ഞ ടയറുമായി ഇടുങ്ങിയ റോഡിലൂടെ പാഞ്ഞ ടിപ്പർ. ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല. അമിത വേഗമെന്ന് മന്ത്രി PC വിശ്വനാഥ്. സ്കൂൾ സമയത്ത് ടിപ്പറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പിണറായി വിജയന്റെ നവകേരള സദസ് യാത്രയ്ക്കിടെ ഗൺമാന്മാരുടെ അക്രമം അന്വേഷണത്തിൽ അട്ടിമറി സ്ഥിരീകരിച്ച് SIT. ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി. ശരിവെച്ച് ഉദ്യോഗസ്ഥരുടെ മൊഴി. അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറി. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹക്കല്ലറ ഉടൻ തുറക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. 3ാമതൊരു മൃതദേഹം കൂടിയുണ്ടെന്ന് സംശയം. കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി നിസ്സാരമല്ലെന്ന് KK ശൈലജ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും നേരിട്ടത് വലിയ തിരിച്ചടി. നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ശൈലി മാറണം. ഭാഷാ ശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും ശൈലജ. തുറന്നു പറച്ചിൽ ചിന്തയിലെ ലേഖനത്തിൽ. മദ്യനയത്തിലെ പുതിയ നികുതി നിർദ്ദേശം അഴിമതിയെന്ന് പ്രതിപക്ഷം. നീക്കം ബക്കാടി കമ്പനിക്ക് വേണ്ടിയെന്ന ആരോപണം. ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. വീണ്ടും എതിർപ്പറിയിച്ച് VM സുധീരൻ. പൂർണ്ണ മദ്യനിരോധനമാണ് നിലപാടെന്ന് സമസ്ത. രാജ്യസഭാംഗത്തെ കാലാവധി തീർന്നതോടെ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജി സ്വീകരിച്ച് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ഇനി സുരേഷ് ഗോപി മാത്രം. ജോർജ് കുര്യന് പകരം അനൂപ് ആന്റണിയോ K സുരേന്ദ്രനോ കേന്ദ്രമന്ത്രിസഭയിലെത്തിയേക്കും. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി. UP സർക്കാർ വിശദീകരിക്കണം. പ്രാഥമിക റിപ്പോർട്ട് UP സർക്കാർ കൈമാറി. അയോധ്യ ട്രസ്റ്റ് സെക്രട്ടറിയെ മാറ്റിയേക്കും. കൊല്ലം നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 3 മരണം. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിലാൽ, അജയകുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. 5 പേരുടെ നില ഗുരുതരമാണ്. ബസ് സ്റ്റാൻഡിൽ 10ഓളം പേർ ഉണ്ടായിരുന്നു. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അതേസമയം നീലേശ്വരത്ത് അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ലോറിയുടെ ടയറുകൾ തേഞ്ഞ നിലയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വാഹനമെത്തിയത്. 17 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും GPS ഓഫാക്കിയ നിലയിലെന്നും സ്പീഡ് ഗവർണറിലെന്നും MVD കണ്ടെത്തി. നടപടികൾ വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി RTA ബോർഡിന് സമർപ്പിക്കും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലൈസൻസ് നടപടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ് ഗൗരവ സ്വഭാവമുള്ള കുറ്റം. ഹെവി ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടി. അദ്ദേഹത്തിന് ആദ്യത്തെ ട്രിപ്പാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ കുറഞ്ഞതും ഈ അപകടത്തിന് കാരണമായെന്ന് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളും നൽകും. ഒപ്പം അപകടമുണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് S വിനീഷും ചേരും. ആദ്യം ഡാനിലേക്ക്. ഡാന, ഈ നടപടികളിലേക്കൊക്കെ പോവുകയാണ്. കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണയായി കഴിഞ്ഞു. ആദ്യമായി വണ്ടി ഓടിക്കുന്ന ആളാണ്, ഈ ടിപ്പറൊക്കെ ഓടിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാകുന്നു. ലൈസൻസ്, ഈ വണ്ടിക്ക് GPS ഇല്ല, തേഞ്ഞ ടയറാണ്, ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വന്ന് നടപടി എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും വലിയ വാഹനങ്ങൾ അത്തരത്തിൽ തിരക്കേറിയ വഴിയെ കടന്നു പോകുന്ന അങ്ങനെ ഒരു സ്ഥലമല്ല ഇത്. ഒരു പോക്കറ്റ് റോഡാണ്. അവിടെ ഈ സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുമില്ല. ഈ ബുള്ളറ്റിലേക്കാണ് ആദ്യം വാഹനം ഇടിക്കുന്നത്. ബുള്ളറ്റിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ നേരെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ കാത്തു നിന്നിരുന്ന ഏതാണ്ട് 10 മുതൽ 15 വരെ ആൾക്കാരുടെ നടുവിലേക്ക് വാഹനം ഇടിച്ചു കയറുകയും അത് വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുകയും ചെയ്യുമായിരുന്നു. അത് ഭാഗ്യവശാലാണ് അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികളും പോലീസുമൊക്കെ ഇപ്പോൾ നൽകുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻമാർ പാരിപ്പള്ളിയിൽ നിന്ന് അടക്കം എത്തി. പോലീസ് ഫോറൻസിക് സർജൻമാരുടെ മേൽനോട്ടത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ഈ കാണുന്ന പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണയായി ഇവിടെ അപകടമുണ്ടായി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മരിച്ചുപോയ മൂവരുടെയും ബന്ധുക്കളുടെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഫോറൻസിക് സർജൻമാർ ഇവിടേക്ക് എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. ബന്ധുക്കളെ അടക്കം ഈ 3 മൃതദേഹങ്ങളെയും അടിയിൽ എത്തിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. തുടർന്ന് ശരീരത്തിലെ മാർക്കുകൾ, ബാഹ്യ ശരീരത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ ഇൻക്വസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായി രേഖപ്പെടുത്തും. അതിനുശേഷം ഫോറൻസിക് സർജൻമാർ ഇവിടേക്ക് എത്തി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടി കഴിയും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അജയ്കുമാർ KSRTC ജീവനക്കാരനാണ്. ഇന്ന് അദ്ദേഹം ജോലിക്ക് എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കി കാണാൻ യാത്രയപ്പ് നൽകാനായി പ്രത്യേകം ആംബുലൻസൊക്കെ തയ്യാറാക്കി പുറത്ത് കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം പാർത്ഥിവ് ഇന്നലത്തെ പോലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ആ യാത്ര അവസാന യാത്രയായി. ദുഃഖം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് പാർത്ഥിവിന്റെ കുടുംബം. ഹരികുമാർ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹം എന്നും വരുന്ന വഴിയെ സാധാരണയായി വരുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്പലപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ഈ നീലേശ്വരത്ത് വെച്ച് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വരികയും വിധി അദ്ദേഹത്തിന്റെ ജീവൻ ടിപ്പറിന്റെ രൂപത്തിൽ കവർന്നെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നവരിൽ ടിപ്പർ ലോറിയുടെ ഡ്രൈവറുടെയും അതോടൊപ്പം തന്നെ മറ്റൊരാളുടെയും ആരോഗ്യനില അല്പം ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയെ അടക്കം, ഋതിക് എന്ന വിദ്യാർത്ഥിയെ അടക്കം വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ സംഭവ സ്ഥലത്തും പിന്നീട് ആശുപത്രിയിലുമൊക്കെ എത്തി മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തായാലും 1.5 മണിക്കൂറിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള അവസാന നടപടികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടരുക. വിനീഷ് അപകട സ്ഥലത്തുണ്ട്. അപകടത്തിന്റെ കാരണം വിനീഷ് പ്രത്യേകിച്ചൊന്നും വ്യക്തമാക്കേണ്ടതില്ല. കാരണം അമിത വേഗമാണ്, ഡ്രൈവറുടെ പരിചയക്കുറവുണ്ട്, ടിപ്പർ ഓടിക്കാൻ ലൈസൻസ് ഇല്ല, ആദ്യമായി വണ്ടി ഓടിക്കുന്നു, റോഡിൻ്റെ ശാസ്ത്രീയതയുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനൊരു അപകടം സംഭവിച്ചതിന് ശേഷം ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികൾ, ഈ ഡ്രൈവറുടെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വാഹനം, ഈ ടിപ്പർ ലോറിയുടെ ഉടമകൾ, വണ്ടിയുടെ ഫിറ്റ്നസ് അടക്കം പ്രശ്നമാണല്ലോ, അവർക്കെതിരെയുള്ള ശക്തമായ ആക്ഷൻസ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും രഞ്ജിത്ത്, കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് RTO ഇവിടെ എത്തി വിശദമായി പരിശോധനകൾ നടത്തിയിരുന്നു. വാഹനത്തിൽ പരിശോധന നടത്തി വാഹനത്തിനിടയാക്കിയ, അതായത് അപകടത്തിനിടയാക്കിയ വാഹനം അല്പസമയം മുന്നെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഫോറൻസിക് സംഘമടക്കം ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതായിരുന്നു കാരണം. ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹെവി ലൈസൻസും ഇല്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട വാഹനത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിന് 17 വർഷത്തെ പഴക്കമാണുള്ളത്. മുൻപും പലതവണ നിയമലംഘനങ്ങൾ ഈ വാഹനം പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപകടത്തിന് പിന്നാലെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് RTO റദ്ദാക്കിയതായിട്ടാണ് മാധ്യമങ്ങളോട് അല്പസമയം മുന്നേ പറഞ്ഞത്. കടുത്ത നടപടിയിലേക്ക് വാഹനവകുപ്പ് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള
കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു. കാരണം നേരത്തെയും സമാനമായ രീതിയിൽ ഈ വാഹനം പിടിച്ചിട്ടുള്ളതാണ്. പിടിച്ചിട്ടും ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഒന്നും തന്നെ ഇല്ലാതെ കൃത്യമായിട്ടുള്ള നിയമം ഒന്നും തന്നെ പാലിക്കാതെ വീണ്ടും നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ഹെവി ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ടിപ്പർ ഡ്രൈവർ നിസാം എന്നാണ് പേര്. 1 മാസം മുമ്പാണ് ഇയാൾ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അമിത വേഗതയിൽ ദ്രുതഗതിയിൽ വാഹനം ഓടിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ നാടിനെ അത്രയേറെ നടുക്കിയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ നിന്നും ആരും ഇതുവരെ മുക്തരായിട്ടില്ല. നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാർത്ഥിബ് എന്നൊരു വിദ്യാർത്ഥിയാണ് ഇവിടെ പൊലിഞ്ഞത്. പാർത്ഥിബ് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഇതൊരു ബസ് സ്റ്റോപ്പ് ഒന്നുമല്ല, എന്നാലും വാഹനം നിർത്താനായിട്ട് വാഹനത്തിൽ കയറാനായിട്ട് ആൾക്കാർ ആശ്രയിക്കുന്നൊരു സ്ഥലമാണ്. മുൻപ് ഇവിടെ ഒരു മതിലായിരുന്നു. ഈ കാണുന്ന ഈ വീടിന് തൊട്ട് മുന്നിലായിട്ട് ഒരു മതിൽ ഉണ്ടായിരുന്നു. ഈ മതിലാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപകടത്തിന് ശേഷം തകർന്നിട്ടുണ്ട്. അതായത് അമ്പലപ്പുറം ഭാഗത്തു നിന്നായിരുന്നു ഈ വാഹനം എത്തിയത്. ഫുൾ ലോഡ് ആയിട്ട് മണ്ണ് കയറ്റി വന്ന ലോറിയാണ് അമിത വേഗതയിൽ എത്തുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ മറിയുകയും ചെയ്തു. അതായത് 10ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ ബസ്സിൽ കയറാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൻ്റെ അമിതമായിട്ട് അപകടകരമായ വരവ് കണ്ട് വിദ്യാർത്ഥികൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി ഓടി മാറിയത് കൊണ്ടാവാം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കോ ഒന്നും തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 3 പേരാണ് ഇവിടെ മരണപ്പെട്ടത്. അതിലൊരു വിദ്യാർത്ഥിയുണ്ട്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കടലാവള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയുടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാം തന്നെ സമീപത്ത എല്ലാ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ടെല്ലാം ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഡാന്, പോസ്റ്റ്മോർട്ടം നടപടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ്. വളരെ വേഗം അത് പൂർത്തിയാകുമെന്ന് കരുതണം. ബന്ധുക്കൾ എല്ലാം അവിടെ എത്തിയോ? നേരത്തെ ഡാൻ പറഞ്ഞ വല്ലാത്തൊരു സാഹചര്യം ആശുപത്രിയിലുണ്ട്. പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകളടക്കം ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരടക്കം ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നിരുന്ന പ്രത്യേക സജ്ജമാക്കിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളാണ് ആരംഭിക്കേണ്ടത്. അതിനുവേണ്ടി അല്പസമയത്തിനകം ഫോറൻസിക് സർജന്മാരുടെ ഒരു ടീം ഇവിടേക്ക് എത്തും. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നതാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്തും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തുമൊക്കെ ഡോക്ടർമാരും പോലീസും ഒക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി. കാരണം മരണകാരണം ശാസ്ത്രീയമായി കണ്ടെത്തുക, ഇതൊരു അപകട മരണമാണ്. അപ്പം മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ഫോറൻസിക് പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണൊരു വെല്ലുവിളി. പക്ഷേ വളരെ ദാരുണമായൊരു സാഹചര്യത്തിലാണ് ഈ മൃതദേഹങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വേണം ഈ പരിശോധനകളൊക്കെ പൂർത്തിയാക്കാൻ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സമയ ദൈർഘ്യം എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കിടക്കണം. അതിനായി ഫോറൻസിക് സർജന്മാർ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അവർ അല്പസമയം മുമ്പ് പാരിപ്പള്ളി നടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സർജന്മാർ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടേക്ക് എത്തിച്ചേരും. അവർ വന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത്, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒരുപക്ഷെ എടുത്തേക്കാം. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് നമുക്ക് ഒരു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനും വിനീഷുമാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കൊട്ടാരക്കരയെ നടുക്കിയ ടിപ്പർ ദുരന്തമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും തുടരുകയാണ്. തിരക്ക് കുറവുള്ള പോക്കറ്റ് റോഡിൽ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞ ടിപ്പർ 3 പേരുടെ ജീവനെടുത്തത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന അമ്പലപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന റോഡിൽ രാവിലെ 7 മണിയോടെയാണ് ഈ ടിപ്പർ ലോറി, മണ്ണ് നിറച്ച ടിപ്പർ ലോറി അമിത വേഗതയിൽ നീലേശ്വരം മുക്കോണിമുക്ക് എന്ന സ്ഥലത്തുകൂടി പാഞ്ഞു വരുന്നത്. ഏതാണ്ട് ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ ദിശയിൽ നിന്ന് വന്ന
ഹരിലാൽ എന്ന അധ്യാപകൻ്റെ ബുള്ളറ്റ് ഈ ടിപ്പറിന് മുൻപിൽപ്പെടുന്നു. പെട്ടെന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ടിപ്പറിൽ ഇടിച്ച ശേഷം വാഹനം അവിടെ നിന്ന് ഇടിച്ച് ആ മതിൽക്കെട്ട് തകർത്തുകൊണ്ട് ആ മതിൽക്കെട്ടിന് സമീപത്ത് നിന്ന് ആളുകൾക്കിടയിലേക്ക് വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കായി പോയിരുന്ന ജീവനക്കാരും ഉൾപ്പെടെ നിന്നിരുന്ന ആ ആൾക്കൂട്ടത്തിന് ഇടിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ബുള്ളറ്റ് പൂർണ്ണമായി അതിൻ്റെ ഒരു വശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ യാത്ര ചെയ്തിരുന്ന ഹരിലാൽ, അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹവും ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ആദ്യം ഈ ബുള്ളറ്റിൽ ഇടിച്ച് വാഹനം തെറിച്ചവിടേക്ക് പതിക്കുകയായിരുന്നു, അതോ അതിനു മുമ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിലേക്കാണോ ഇടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ കൂടി നിൽക്കുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, അതോടൊപ്പം തന്നെ KSRTCയിലെ മറ്റൊരു ജീവനക്കാരനായ അജയൻ, അതോടൊപ്പം ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരിലാൽ, ഇങ്ങനെ 3 പേർക്കാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർ, അതോടൊപ്പം ടിപ്പറിലുണ്ടായിരുന്ന ക്ലീനർ, മറ്റ് 5 പേർ ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ വാഹനത്തിലെ മണ്ണ് മുഴുവൻ അത് ഈ കൂടി നിന്ന ആളുകൾക്ക് മുകളിലേക്ക് പതിച്ചു. അവിടെ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയ ഈ 3 പേരെ അടക്കം പുറത്തേക്കെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ പാർത്ഥിബിൻ്റെ ശരീരഭാഗങ്ങൾ വേർപെട്ടു പോയ നിലയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ അപകടത്തിലേക്ക് നയിച്ചത് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ ഈ ബുള്ളറ്റിൽ ഇടിക്കാതിരിക്കാനായി നടത്തിയ ശ്രമം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു, അതോ അതിനപ്പുറത്തേക്ക് ബുള്ളറ്റിൽ ഇടിച്ച ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു? ഈ കാര്യത്തിലൊരു കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ അപകടത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ ഇന്ന് രാവിലെയും വീട്ടിൽ നിന്നിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബിനും മറ്റ് 2 പേർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമുള്ള റോഡല്ല, ഒരു പോക്കറ്റ് റോഡാണ്. ആ പോക്കറ്റ് റോഡിലാണ് ഈ അമിത വേഗതയിലെത്തിയ ടിപ്പർ 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തച്ചുടച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നീലേശ്വരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. അപകടത്തിന് ഞെട്ടലിലാണ് ദൃക്സാക്ഷികൾ. വിദ്യാർത്ഥിയുടെ വാക്കുകൾ കേൾക്കാം. സംഭവത്തിന്റെ ദൃക്സാക്ഷി അഞ്ജലി നമ്മളോടൊപ്പം ചേരുകയാണ്. അഞ്ജലി, ശരിക്കും എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ ഒരു ദുരന്തം? ഞാൻ 50-12 ഇവിടെ വന്ന് ഇന്നയായിരുന്നു. അന്നേരം നല്ല പിള്ളേരും ഉണ്ടായിരുന്നു, 10-12 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഓവർ സ്പീഡ് വന്നായിരുന്നു ടിപ്പർ. അതിനോട് കൂടെ ബുള്ളറ്റ് ഏത് വഴി വന്നെന്ന് എനിക്കറിയാമേ. അപ്പോൾ ആ ടിപ്പർ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തോട് വന്ന് വീഴുമായിരുന്നു. പക്ഷെ ആ ബുള്ളറ്റ് അവിടെ വന്നായിരുന്നു. അത് ഏത് വഴിയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മരിച്ചെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ള വിവരം അറിയത്തില്ല. അപ്പോൾ ആ ടിപ്പർ വന്നങ്ങ് വീണ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട്. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് 2 പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി. അപ്പോഴത്തേന് പിന്നെ നാട്ടുകാരും വന്നു. പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. സംഭവം നടന്ന ടൈമിൽ തന്നെ അമ്മയെ വിളിച്ചപ്പം തന്നെ അമ്മയും അനിയും എല്ലാം ഇഞ്ഞ് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അനിയുടെ കയറി ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും കയറി വിളിച്ച്. അപ്പോഴത്തേന് അവരെല്ലാവരും വന്ന്. പിന്നെ JCB ഒക്കെ പിന്നെ നാട്ടുകാരെല്ലാവരും വന്നു. പിന്നെ വണ്ടിക്കകത്തുള്ളവരൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ബസ്സും വന്നായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ബസ്? 12 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7-10 സ്ത്രീവസത്തിന് പോകുന്ന പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. കാരണം കുറച്ച് പേരായിരുന്നു ഇതിൻ്റെ അകത്ത് വന്ന് വീണത്. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി? അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേന് കൊല്ലത്തോടങ്ങാണ്ടായിരുന്നു കണക്ട് ആയത്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിലേക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെത്തി. പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ നിന്ന് ആൾക്കാരെ എടുത്തു? പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് ആൾക്കാരെല്ലാം എടുത്ത്. പിന്നെ അവിടെ കുറേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. NSലൊക്കെ കൊണ്ടുപോയി. എവിടെ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല, കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സഹോദരനാണോ വിളിച്ചത്? മോന്റെ പേരെങ്ങനെ? വൈശാഖാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് പേര് അറിയിച്ചത്. അറിയായിരുന്നു നമ്പരൊക്കെ ഫയർഫോഴ്സിന്? ചേച്ചിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല ഇവർ. സ്വീഡിഷ് ന്യൂസ് 18 കൊല്ലം. അപകടമുണ്ടാക്കിയ ടിപ്പർ അമിത വേഗതയിലായിരുന്നുവെന്ന് മന്ത്രി PC വിശ്വനാഥ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരിക്ക് പറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. വാഹനം അമിത വേഗത്തിലായിരുന്നു.
അമിത വേഗത്തിൽ വന്ന വാഹനം ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്, കാരണം ഡിസാസ്റ്റർ അല്ലാത്തതുകൊണ്ട് അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുമുള്ള തീരുമാനമുണ്ടാകും. സ്കൂൾ സമയങ്ങളിലെ ടിപ്പർ ഗതാഗതത്തിന് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ടിപ്പർ ഗതാഗത സമയം പുനഃപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിദാരുണമായൊരു അപകടമാണ് ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ടിപ്പർ ലോറികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെ ലോഡ് കയറ്റുള്ള ലോറികളുടെയൊക്കെ അമിത വേഗതയെക്കുറിച്ചും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരുകൾ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്കൂൾ ടൈം, ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതിന്റെ ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൌരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ ജനനേതാക്കന്മാരും ഉണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഇതുവരെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. അപകടത്തിൽ പരിക്കേറ്റവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ആശുപത്രിയിലെത്തി സ്ഥിതി വിലയിരുത്തി. കൊട്ടാരക്കര നീലേശ്വരം മുക്കിൽ നടന്ന അപകടത്തിൽപ്പെട്ടവരെ എല്ലാവരും എത്തിച്ചത് ആ പ്രാഥമിക ചികിത്സ നൽകുവാനായി എത്തിച്ചത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപകടത്തിൽപ്പെട്ടത് ആകെ 8 പേരാണ്. അതിലെ 3 പേര് മരണപ്പെടുകയുണ്ടായി. രാവിലെ 7:30 കൂടിയാണ് ഈ അപകടം നടന്നത്. അധ്യാപകനായ ഹരിലാൽ, വിദ്യാർത്ഥിയായ പാർത്ഥിപൻ, 50 വയസ്സുള്ള മറ്റൊരാളായ അജയകുമാർ എന്നിവരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. പരിക്കുപറ്റി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചവരിൽ 2 പേരെ കൊല്ലം മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൗശിക്, ഋഷഭ് എന്നിവരെയാണ് കൊല്ലം മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത്. തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് നിസാം എന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് 2 പേർ നവനീത്, ജിബിമോൾ എന്നിവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളും വ്യക്തികളും ഉൾപ്പെടെ നിരവധി പേർ ഈ സ്ഥലത്ത് തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിർത്തിയിട്ട കാറിന് പിന്നിൽ കണ്ടെയ്നർ ഇടിച്ച് യുവാവ് മരിച്ചു. വടക്കാഞ്ചേരിയിൽ ദേശീയപാതയിലാണ് അപകടം. ആണ്ടൂർ കുന്നത്തുരമ്പാളയം സ്വദേശി സഞ്ജയ് രാജാണ് മരിച്ചത്. രാവിലെ 7:20 അപകടമുണ്ടായത്. മറ്റു ചില വാർത്തകളിലേക്ക്. മദ്യനയത്തിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാനാകില്ലെന്ന് സ്പീക്കർ. നികുതി നിർദ്ദേശം കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മദ്യനികുതി നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയാണ്, മദ്യക്കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ള നീക്കമാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. റൂൾ 50 നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും വിഷയം സബ്മിഷനായി കൊണ്ടുവരാമെന്നും സ്പീക്കർ അറിയിച്ചു. തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയമായി വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. നോട്ടീസിന്മേൽ സംസാരിക്കാൻ സ്പീക്കർ സമയം നൽകിയത് തന്നെ ശരിയല്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാണിച്ചത്. അതേസമയം വിഷയം അതിശക്തമായി സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം ഇത് പുറത്തേക്ക് കൂടി കൊണ്ടുവരികയാണ്. വലിയ സമരത്തിന് തുടക്കമിടാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാക്കുകളും മദ്യക്കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്തുവെന്നാണ്. സർക്കാർ അധികാരമേറ്റ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 7 ഉദ്യോഗസ്ഥർ ഈ ഫയൽ കണ്ടു. അത് വളരെ തിടുക്കത്തിൽ അങ്ങനെ ഒരു ഫയൽ നീക്കം നടന്നത് അഴിമതി നടത്താൻ വേണ്ടി ആയിരുന്നുവെന്നാണ് പിണറായി വിജയന്റെ വാക്കുകൾ. 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇതിൻ്റെ
ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഉൾപ്പെടെ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഭരണപക്ഷത്ത് നിന്ന് ഉയർന്നു വന്നത്. കാരണം നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചർച്ച അനുവദിക്കുന്നതല്ല, അഴിമതി കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ സഭാരേഖയിൽ ഉണ്ടാകരുത് എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ 50 നിഷേധിച്ചു കഴിഞ്ഞാൽ വാക്കൗട്ട് ചെയ്യാം. പക്ഷേ ആ കേസിന്റെ മെറിറ്റിലേക്ക് ആ റൂൾ 50 കൊടുത്ത നോട്ടീസിലെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ അവസരമുണ്ടോ? അതുകൊണ്ട് അത് രേഖയിൽ നിന്ന് അങ്ങ് പരിശോധിച്ച് നീക്കം ചെയ്യണമെന്ന് ബിസിനസ് റൂൾസ് അനുസരിച്ച് തെറ്റാണ്, അത് നീക്കം ചെയ്തേ മതിയാകൂ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും മറുപടി പറയാൻ അവസരം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. റൂൾ 52ന്റെ വളരെ വലിയ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഭയിൽ. ഒരു കാരണവശാലും രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. മദ്യക്കമ്പനിയായ ബെക്കാഡിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ അഴിമതി ആരോപണം ഉയർന്നിട്ടുള്ളത്. അതേസമയം സർക്കാർ പറയുന്നത് നേരത്തെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്ന കാര്യമാണ്. 2023 ബെക്കാഡി കമ്പനിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ അനുകൂലമായുള്ളൊരു തീരുമാനം അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 2024 ഈ കമ്പനി സമീപിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി പകുതിയാക്കി കുറയ്ക്കണമെന്ന കാര്യത്തിൽ. പക്ഷേ അന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയായി ഇപ്പോഴത്തെ തീരുമാനം എന്ന തരത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നതിൽ ചോദ്യം അവശേഷിക്കപ്പെടുന്നു. കാരണം ക്രൈസ്തവ സഭകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. മാത്രമല്ല VM സുധീരനെ പോലെ മുതിർന്ന നേതാവ് അടക്കം ഇക്കാര്യവുമായി മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താക്കീതെന്ന് തന്നെ പറയാം, സർക്കാരിന് നൽകിയിട്ടുള്ളത്. അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷേ എങ്ങനെ ഈ കാര്യത്തെ മറികടക്കാൻ സർക്കാരിന് കഴിയും? അല്ലെങ്കിൽ MDMA പോലുള്ള വലിയ രാസലഹരികൾ യുവതലമുറ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ താരതമ്യേന കുറഞ്ഞ തരത്തിലുള്ള ലഹരി പദാർത്ഥം വിൽക്കുന്നത് കൊണ്ട് എന്ത് തകരാറ്, മറ്റ് അപകടകരമായ ലഹരികളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റാൻ കഴിയുമെന്ന വിലയിരുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം സർക്കാരിൻ്റെ ഭാഗമായി ചിലരെങ്കിലും പറയുന്നുണ്ട്. BV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പൂർണ്ണ മദ്യനിരോധനമാണ് നിലപാടെന്ന് സമസ്ത. മദ്യം വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും അതുകൊണ്ടുള്ള നഷ്ടം വലുതാണ്. PM ശ്രീയിലെ അഭിപ്രായം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. വീര്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പൂർണ്ണ മദ്യനിരോധനം നടപ്പിൽ വരുത്തണമെന്ന് ഞങ്ങൾ എക്കാലത്തും പറയുന്നതാണ്. ആ നിലപാടുകൾ ഞങ്ങൾക്ക് മാറാൻ കഴിയില്ല. അത് കിട്ടുന്ന ലാഭം അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ശരി, പൂർണ്ണമായും അത് നിരോധിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ്. ഏത് വീര്യം കൂടിയതും കുറഞ്ഞതും എല്ലാ മദ്യവും നിരോധിക്കണം, പൂർണ്ണമായും നിരോധിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നും ഇന്നും എന്നും അതിൽ ഞങ്ങൾക്കൊരു മാറ്റമില്ല. എല്ലാ വിഷയങ്ങളും അറിയിക്കേണ്ടതെല്ലാം ഞങ്ങളുടെ എല്ലാം ആധികാരികമായി തന്നെ ഗവൺമെന്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വരവും ചിലവും ആഭ്യന്തര ഉൽപാദനവും കൂടിയെന്ന് CAG റിപ്പോർട്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97 കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായി. ചിലവ് 8.97% കൂടിയപ്പോൾ വരവിലെ വളർച്ചാ പോയിന്റ് 3% മാത്രമെന്നും സഭയിൽ വെച്ച 2024-25 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. അടുത്ത CMRL-നെ സൃഷ്ടിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൻകിട കമ്പനികൾ സർക്കാരിനെ സ്വാധീനിച്ചിരിക്കാമെന്നും ഷോൺ ആരോപിച്ചു. ലോകം ബാറ്ററി ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററിയിലേക്ക് മാറുകയാണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതിന് ആവശ്യമുള്ളത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആ പെർമനന്റ് മാഗ്നറ്റ് ഇന്ന് ഏറ്റവും അധികം നിർമ്മിക്കുന്നത് ചൈനയാണ്. എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വലിയ ധാതു സമ്പത്ത് നമ്മുടെ കേരള തീരത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മനസ്സിലാക്കിയ വിദേശ കമ്പനികളും ഇന്ത്യയിൽ തന്നെയുള്ള ഭീമന്മാരും നമ്മുടെ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്വകാര്യ പങ്കാളിത്തവുമില്ലാതെ 400 കോടി രൂപയിലധികം മുടക്കിയാൽ
കേരള സംസ്ഥാനത്ത് ഈ മുഴുവൻ മിനറൽസും എക്സ്ട്രാക്ട് ചെയ്ത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയും. 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയും. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇല്ല എങ്കിൽ അഴിമതി നടക്കില്ല. 2 പതിറ്റാണ്ട് കാലമായി, ഞാൻ ഉറപ്പിച്ചു പറയുന്നത് 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ തീറ്റിപ്പോറ്റുന്നത് ഈ കരിമണൽ മാഫിയാണ്. ഇതിനെ അറുതി വെച്ചേ മതിയാവും. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരരംഗത്തുണ്ടാവും. DHS ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റം തടഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. KJ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2026 ഫെബ്രുവരിയിൽ തന്നെ അവസാനിച്ചതാണെന്നും കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും സർക്കാർ വാദിച്ചു. റീനയുടെ സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ അപ്പീലിൽ കോടതി നിലപാട് സർക്കാരിനും നിർണായകമാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവിനെ താൽക്കാലികമായി സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടപടിക്കെതിരെ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി വൈകുന്നേരം 4 മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇതിൽ ഇടക്കാല ഉത്തരവില്ല, വിധി പറയാനായി ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വാദം സർക്കാർ കോടതിയിൽ ഉന്നയിക്കുന്ന DHS ആയി റീന 3 വർഷമായത് മാത്രമല്ല, പകർച്ചവ്യാധി കാലഘട്ടത്തിൽ റീന 15 ദിവസത്തെ ലീവ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം തന്നെ കോടതിയിൽ റീന ഇതുമായി ബന്ധപ്പെട്ട് താൻ അത്ര ദിവസം, അതായത് 2.5 ദിവസത്തെ ലീവാണ് താൻ ചോദിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ DHS 3 വർഷം തുടരുന്ന സാഹചര്യത്തിലാണ് എറണാകുളം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ചുമതലക്കാരിയായ DHS റീനയെ മാറ്റുന്നത് എന്നുള്ളതായിരുന്നു സർക്കാർ പ്രധാനമായും ഉന്നയിച്ച വാദം. അങ്ങനെയാണ്. അതേസമയം ഇതിൽ ട്രിബ്യൂണൽ കണ്ടെത്തിയുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, അവർ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലുള്ള ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ സാധാരണ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സ്ഥലം മാറ്റുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, പുതിയ DHSനെ നിയമിക്കുന്ന പ്രക്രിയകൾ സർക്കാർ ആരംഭിച്ചതായും നിലവിൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിന് താൽക്കാലിക സ്റ്റേ ട്രിബ്യൂണൽ അനുവദിക്കുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാന സർക്കാർ കോടതിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഇതിന്റെ വിധി പ്രസ്താവം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക്, ഇതായത് ട്രിബ്യൂണലാണ് ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിന്റെ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ എന്ന് മാത്രമേ ഹൈക്കോടതിക്ക് ഇതിൽ പരിശോധിക്കാനുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റ നടപടി റദ്ദു ചെയ്ത, അത് താൽക്കാലികമായി സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വിധിയുണ്ടാകും. കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔദ്യോഗികമായി സ്വീകരിച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയാവുകയും രാജ്യസഭാ അംഗമായി അടുത്ത ഊഴം കിട്ടില്ലെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെയാണ് രാജി. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ജോർജ് കുര്യൻ. കണ്ണൂർ വാണിയപ്പാറ പള്ളയിലെ 38 നമ്പർ ദുരൂഹ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ. RDOയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് ഉയരുന്ന സംശയം. ഇതിനിടയിൽ സിജോസ് കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 38 നമ്പർ ദുരൂഹ കല്ലറ ഒടുവിൽ തുറന്ന് പരിശോധിക്കാൻ തീരുമാനമായിരിക്കുന്നു. എന്തായാലും നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിൽ RDOയുടെ അനുമതി വേണം. അതിനായി കത്ത് ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇന്നലെ രാത്രിയാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം പള്ളി വികാരി ഉൾപ്പെടെ പറയുന്നത് ഇതിൽ 2-ൽ കൂടുതൽ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ്. 2006-ലും 2015-ലുമാണ് ഇതിൽ മൃതദേഹം അടക്കിയത്. പക്ഷേ അതുകൂടാതെ ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഏതായാലും ദിവസങ്ങളായി നീണ്ടിരുന്ന ഒരു വിവാദം, അതിന് അവസാനം ഈ ഒരു പരിശോധന നടത്താൻ പോകുന്നു. ഈ പരിശോധനയിൽ ഈ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ വസ്തു അത് മൃതദേഹമാണെങ്കിൽ വലിയ നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. അത് ഈ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ
സിജോ സ്കറിയുടേതാണെങ്കിൽ പോലീസിന് അന്വേഷണം നീട്ടേണ്ടി വരും. ഇയാളുടെ ബന്ധുക്കളുടെ DNA പരിശോധനാ ഫലം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DNA പരിശോധനയായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം നടത്തേണ്ടി വരിക. ഏതായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. മൃതദേഹമാണെങ്കിൽ അതോടൊപ്പം DNA സാമ്പിളുകൾ ശേഖരിക്കണം, പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ ഇത് മൃതദേഹമാണെങ്കിൽ പോലീസിന് നടത്തേണ്ടി വരും. അതുമാത്രമല്ല, എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം ഈ കല്ലറയിൽ എത്തിയത് എന്ന് സംബന്ധിച്ച അന്വേഷണം നടത്തേണ്ടി വരും. ഏതായാലും 2016 സിജോ ഇങ്ങനെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തുന്നത്. പിന്നീട് വീട്ടുകാരുമായി പിണങ്ങിയതിനെ തുടർന്ന് ഇവർ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 2021 സിജയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാളെ കാണാനില്ല എന്ന് പറയുന്നത്. അങ്ങനെ പോലീസിൽ കുടുംബം പരാതി നൽകുന്നു. ഏറ്റവും ഒടുവിലായി ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് കുടുംബം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുന്നത്. തുടർന്ന് കണ്ണൂർ, കോഴിക്കോട് റൂറൽ SP-മാർക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകുകയായിരുന്നു. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പള്ളി വികാരിയും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വൈകിയത് കൊണ്ട് തന്നെ നാളെ രാവിലെ ആയിരിക്കും ഒരു പക്ഷേ ഇത് തുറന്ന് പരിശോധിക്കുക, അത്തരം നടപടികളിലേക്ക് കടക്കുക. ഫോറൻസിക് വിദഗ്ധരുടെ സംഘം ഇതിനൊപ്പം വേണ്ടിവരും. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ ഒരു പരിശോധന DNA ഉൾപ്പെടെ നടത്തേണ്ടതുകൊണ്ട് തന്നെ സമയമെടുക്കുന്ന ഒരു പരിശോധനയായിരിക്കും. ഏതായാലും 3 മൃതദേഹങ്ങൾ ഈ ഒരു 38 നമ്പർ കല്ലറയിൽ ഉണ്ട് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. കഴിഞ്ഞ 11 ദിവസത്തിലേറെയായി ഒരു സംഭവം പരിശോധിക്കണമെന്ന് നിരന്തരം പള്ളി വികാരി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഇത് പ്രധാനമായും ക്ലോസ് ചെയ്യാനാണ്, ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ സിജോ സ്കറിയുടെ തിരോധാനമാണ് ഇതിലൊരു വഴിത്തിരിവായതും പോലീസ് ഇത് തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചതും. എന്തായാലും ഈ നാളെയോടുകൂടിയായിരിക്കാം ഇത്തരം പരിശോധനയിലേക്ക് പോലീസ് കടക്കുക. അത്തരം പരിശോധന സങ്കീർണമായൊരു പരിശോധനയാണ്. കൂടുതൽ ഈ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാണാതായ സിജോയുടെ ഭാര്യ സഹോദരൻ ബിനോയ് ആണ് ഇവിടുത്തെ ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇത്തരം ആള്. ഇദ്ദേഹത്തിൻ്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും കൂടുതൽ ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുകയാണെങ്കിൽ നാളെ ആയിരിക്കും കല്ലറ തുറന്ന് 38 നമ്പറിലെ ഈ ഒരു പരിശോധന നടത്തുക. കൂടുതൽ ഈ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ വസ്തു അത് തുറന്ന് പോലീസ് പരിശോധിക്കും. മൃതദേഹമാണെങ്കിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. കണ്ണൂരിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. തമിഴ്നാട് CM വിജയിയെ അൺഫോളോ ചെയ്ത നടി തൃഷ കൃഷ്ണൻ പിറന്നാൾ ദിനത്തിൽ ആശംസകളും അറിയിച്ചില്ല. വിജയുമായുള്ള സമൂഹ മാധ്യമങ്ങളിലെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തൃഷയുടെ ഈ നീക്കം. 6 സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, ഈയിടെയാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത്. വിജയുടെ അമ്മയുടെ പ്രേരണയിൽ ആദ്യ ഭാര്യ, നേരത്തെയുള്ള ഭാര്യ, ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, സംഗീതയുമായി വിജയ് ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. സംഗീത അമേരിക്കയിൽ നിന്ന് ചെന്നൈയിലെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ചില സർപ്രൈസുകൾ ബാക്കിയുണ്ട് എന്ന് ആരാധകർ ട്വീറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം ചില കാര്യങ്ങൾക്ക് ബലം പകരുകയാണോ തൃഷയുടെ നടപടി? ആ നീക്കങ്ങൾക്ക് തന്നെയാണ് ബലം പകരുന്നത് രഞ്ജിത്ത് എന്ന് വിളിക്കേണ്ടി വരും. കാരണം അത് സ്പെക്കുലേഷനായിട്ട് നിരന്നിരുന്ന ഒരു കാര്യമാണ്. വിജയുടെ അമ്മ സംഗീതയുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനിടയിൽ നിൽക്കുകയാണെന്നുള്ളത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു നീക്കത്തിലേക്ക് വീണ്ടും ആ ബന്ധം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് വിജയുടെ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിനമ്മ മതസ്ഥിതിയിൽ നിൽക്കുന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ തൃഷയുടെ ഈ നീക്കം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു വിജയുടെ 52ാമത്തെ പിറന്നാൾ. സാധാരണയായി കഴിഞ്ഞ 3 വർഷങ്ങളിലായി തുടർച്ചയായി ഇപ്പോൾ ബർത്ത്ഡേ പോസ്റ്റുകൾ മാത്രമല്ല അല്ലാതെയും വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ തൃഷ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തൃഷയുടെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റ് പോലും കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഭാഗത്തു നിന്നും ഞെട്ടലുമുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു നടൻ മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടി ആകുന്ന സ്ഥിതിക്ക് അതുകൊണ്ടൊരു ഡിസ്റ്റൻസ് ഇട്ടതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് തൃഷ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വിജയ് അൺഫോളോ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കും കൂടി നീങ്ങിയത്. ഈ നീക്കം വീണ്ടും വിജയുടെ കുടുംബജീവിതം ഒന്നിക്കുന്ന രീതിയിലേക്ക് മാറുകയാണെന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങളും നിൽക്കുകയാണ്. ആരാധകരുടെ ഭാഗത്തു നിന്നും ഇത് വലിയൊരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ TVK 108 സീറ്റുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഇപ്പോൾ 120 പക്ഷേ 108 ആയിട്ട് നിൽക്കുന്ന സമയത്ത് വിജയുടെ വസതിയിലേക്ക് വന്ന ഏക വ്യക്തി തൃഷയെ മാത്രമാണ് അകത്ത് കയറ്റുകയും പിന്നീടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ഒരു പക്ഷേ തൃച്ചി ഈസ്റ്റിൽ വിജയ് ഒഴിയുന്ന സമയത്ത് തൃഷ പോലും മത്സരിക്കുമെന്ന രീതിയിലൊക്കെ വാർത്തകളും വന്നിരുന്നു. അങ്ങനെയുള്ള
കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് അതിനിടയിൽ ഒരു നിർമ്മാതാവിൻ്റെ മകളുടെ വെഡ്ഡിംഗ് റിസപ്ഷന് വിജയും തൃശയും കൂടി ഒരുമിച്ച് വരുന്ന സാഹചര്യം. അതും സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കൃത്യം ഒരാഴ്ചകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നീക്കവും കാണുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ സിനിമാ മേഖലയിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമയിൽ പോലും തൃശ ഒരു ഡാൻസ് നമ്പറിൽ എത്തിയിരുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതൊരു കേവലം ഒരു ഗോസിപ്പ് കോളത്തിൽ നിൽക്കുന്നത് മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടിയാണ് വിജയ്. അതുകൊണ്ട് തന്നെ തൃശയുമായി ബന്ധപ്പെട്ടുള്ള സ്പെക്കുലേഷൻ ഏറ്റവും ഒടുവിൽ അജിത്തിന്റെ അമ്മ മരിച്ച സമയത്ത് പോലും വിജയും തൃശയും ഒരുമിച്ചാണ് അജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പിറന്നാൾ ദിനത്തിന് അടുത്ത ദിവസം തന്നെ തൃശ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാകാം. ഒന്ന്, ഈ ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര മോശമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നുള്ളതാണ്. കാരണം ഇതിന് മുന്നേ തന്നെ വാർത്താമാധ്യമങ്ങളിൽ ഒരുപക്ഷെ സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പോലും ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം കുറിച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പോഴെല്ലാം തൃഷ കൃഷ്ണനിലേക്ക് തന്നെയാണ് വിരലുകളും ചൂണ്ടിയിരുന്നത്. അതിന് പിന്നാലെയും ആ ബന്ധം മുന്നോട്ട് പോയി എന്നതും പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു നീക്കം അത് എന്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വിജയ് ആരാധകരുടെ മുമ്പിലും സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വിജയുടെ അമ്മ ഇപ്പോൾ സംഗീതയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇരുവരും ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല, പക്ഷേ ആ ഒരു ബന്ധം തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ വിജയുടെ മകനായ ജേസൺ വിജയ് അൺഫോളോ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തൃശയും കൂടി വിജയ് അൺഫോളോ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രഞ്ജിത്ത്, ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ താരസംഘടന അമ്മ മുതിർന്ന താരമായ മല്ലിക സുകുമാരന് പിന്നാലെ അഡ്ഹോ കമ്മിറ്റിയിലെ ആശ അരവിന്ദ് രാജിവെച്ചത് സംഘടനയ്ക്ക് ആഘാതമായി. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയരായ കമ്മിറ്റിയിലെ ആരും അഡ്ഹോ കമ്മിറ്റിയിൽ ഉണ്ടാകരുത് എന്ന് അമ്മയിൽ അഭിപ്രായമുയർന്നിരുന്നു. അഡ്ഹോ കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായിരുന്ന സമിതിയിലെ ഡോക്ടർ റോണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്വേത മേനോൻ അധ്യക്ഷയായ അമ്മ ഭരണസമിതി രാജിവെക്കുകയും രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ മറ്റൊരു അഡ്ഹോക് കമ്മിറ്റി നിലയിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയിലെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. മല്ലിക സുകുമാരന് പിന്നാലെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശാരവിന്ദ് രാജിവെച്ചതാണ് പ്രധാനമായും സംഘടനയെ പ്രതിസന്ധിയിലാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരോപണ വിധേയരായ ആരും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അമ്മയുടെ സംഘടനയുടെ തീരുമാനം. അങ്ങനെ തന്നെയാണ്. ആ ഒരു തരത്തിൽ തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ റോണി ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ, അതായത് ശ്വേത മേനോന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർ റോണിയും ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം പ്രധാനമായും ഉയർന്നു വരുന്നത് അങ്ങനെയാണ്. അതേസമയം തന്നെ അതിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഡോക്ടർ റോണി ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് ചികിത്സയും മറ്റ് ധനസഹായങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അവർക്കുള്ള സഹായം മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജീവിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഡോക്ടർ എന്ന നിലയിൽ റോണിയാണ് നിർവഹിക്കുന്നത്. ആ ഒരു സഹായത്തിനാണ് അല്ലെങ്കിൽ ആ ഒരു ചുമതലയാണ് ഡോക്ടർ റോണിയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആരോപണ വിധേയരുണ്ടാകരുത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും അമ്മയുടെ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമ്മ ശ്വേതയ്ക്ക് പിന്നാലെ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളെല്ലാം രാജിവെച്ചത് വലിയ പ്രതിസന്ധിയാണ് അമ്മ സംഘടനയ്ക്ക്, താരസംഘടന അമ്മയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 26-ാം തീയതി കൂടുതൽ തുറന്നുപറച്ചിലുമായി ശ്വേത മേനോനും ലക്ഷ്മിപ്രിയയും വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയുന്നത്. അന്ന് കൂടുതൽ, അതായത് ഭരണസമിതിക്ക് പറയാനുണ്ടായിരുന്ന, സംഘടനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തങ്ങൾ സംഘടനയ്ക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന് കഴിഞ്ഞ ദിവസം ശ്വേത മേനോൻ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ സംഘടനയ്ക്ക് പുറത്തു നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ ആരോപണങ്ങൾ ശ്വേത മേനോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതേസമയം തന്നെ നേരത്തെ മുൻപ് വലിയ ആരോപണങ്ങളുണ്ടായി, അതായത് അൻസിബിയുടെ അടക്കം വിഷയ സാഹചര്യവും ഒരു മുൻ ഭരണസമിതിക്കെതിരെ ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം ഇവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു മാനേജർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട ഉണ്ണി ശിവപാലിനെതിരെ ഉയർന്ന ആരോപണം അത് പരിഹരിക്കുന്നതിലും അമ്മ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഉണ്ണി ശിവപാൽ ഇതിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാതെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട വിദേശത്തേക്ക് പോയി അദ്ദേഹം ഒളിച്ചോടുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ശ്വേത മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ ജൂൺ വരെയുള്ള
കണക്കുകൾ കൃത്യമാണ്. അതേസമയം മുൻ ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ടാലിയാകാനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരാറുണ്ട്. അത് പ്രത്യേകിച്ചും ബാബുരാജിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത്തരം കണക്കുകൾക്ക് അതിനു മുൻപുള്ള കണക്കുകൾ ടാലിയാകാറുണ്ട് എന്നും ശ്വേതാ മേനോനും ലക്ഷ്മി പ്രിയയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട അമ്മയുടെ മുൻ ചുമതലക്കാർ എന്നുള്ള നിലയിൽ ശ്വേതാ മേനോനും ലക്ഷ്മി പ്രിയയും വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി. വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നടപടിയെടുത്ത്. വിവാദ സന്ദേശത്തിന്റെ ഉറവിടം ജിതിന്റെ ഫോൺ തന്നെയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കായിരുന്നു. ലോകമെങ്ങും ലോകപ്പാവേശം. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിൽ ഓസ്ട്രിയയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിൽ. ഡാളസ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. മത്സരത്തിന്റെ 38-ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിലുമായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കിക്ക് പുറത്തേക്കടിച്ച് മെസ്സി ആരാധകരെ നിരാശപ്പെടുത്തി. എന്നാൽ 38-ാം മിനിറ്റിൽ ഫക്കൂണ്ടോ മെദീനയുടെ ക്രോസിൽ നിന്ന് തകർപ്പൻ ഗോളിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡും മെസ്സി തകർത്തു. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ആയിരുന്നു 2ാം ഗോൾ. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ ലയണൽ മെസ്സി ഒന്നാമതെത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ. 28 മത്സരങ്ങളിൽ നിന്നാണ് ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടന്നത്. മെസ്സിയോളം മെസ്സി മാത്രം. റെക്കോർഡുകൾ ചിലപ്പോൾ മറ്റൊരാൾ ഭേദിച്ചേക്കാം. പക്ഷേ മെസ്സി തീർക്കുന്ന പ്രഭാവലയം അത് ഭേദിച്ച് ഫുട്ബോളിന്റെ സിംഹാസനത്തിലേറാൻ മറ്റൊരാൾക്കാവില്ല. 18ാം ഗോൾ നേട്ടത്തിനൊപ്പം 18ാം ലോകകപ്പ് മത്സര ജയം കൂടിയായിരുന്നു മെസ്സിക്ക്. ക്ലോസയുടെ തന്നെ 17 ജയങ്ങൾ എന്ന റെക്കോർഡാണ് പിന്നിലായത്. ഞാൻ എൻ്റെ പ്രായത്തെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്നില്ല. ഓരോ തവണയും കളത്തിലിറങ്ങുമ്പോൾ 100% ശ്രമിക്കുന്നു, അത്രമാത്രം. ലളിതമായിരുന്നു ലയണൽ മെസ്സിയുടെ ഉത്തരം. Partido a partido, sin más allá, hoy dimos un paso importante. Tenemos la tranquilidad de haber obtenido el pase ya y como primero, que era el primer objetivo. Y nada, pensar en partido a partido. പെനാൽറ്റി അവസരം നഷ്ടമാക്കിയപ്പോൾ പുരുകം ചുളിച്ചവർക്കുള്ള മറുപടിയായിരുന്നു മെസ്സിയുടെ ഡബിൾ. വിമർശകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, അഭിനന്ദിക്കുന്നു. Well, Messi is a beast. Messi came to get the record of most goals in the World Cup, and he got it. He got 2 of them. The next team is, as you know, they will win again, top the pool, and rest will be the history. They will win again this year. നാളെ മെസ്സിക്ക് 39ാം ജന്മദിനമാണ്. ഒരു 18കാരനെ പോലെ മൈതാനം വാഴുന്ന മെസ്സി സ്വന്തമായി കണ്ടെത്തിയ സമ്മാനമാണ് ഈ റെക്കോർഡ് ഗോൾ വേട്ട. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇറാഖിനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് നോക്കൌട്ടിൽ. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഉസ്മാൻ ഡെബലയുടെ ഗോളുമാണ് ഫ്രാൻസിന് അനായാസ ജയം സമ്മാനിച്ചത്. 14-ാം മിനിറ്റിൽ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ എംബാപ്പയാണ് ഫ്രാൻസിനായി ആദ്യ ഗോൾ നേടിയത്. 54-ാം മിനിറ്റിലായിരുന്നു എംബാപ്പയുടെ 2ാം ഗോൾ. ലിസയുടെ തന്നെ അസിസ്റ്റിൽ ഒസ്മാൻ ഒഡംബലെ 3ാം ഗോളും നേടി ഫ്രാൻസിന്റെ വിജയം പൂർത്തിയാക്കി. ലോകകപ്പിലെ എംബാപ്പയുടെ ഗോൾ നേട്ടം 16ആയി. ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 2ാം സ്ഥാനത്താണ് എംബാപ്പെ ഇപ്പോൾ. കനത്ത മഴയും ഇടിമിന്നലും കാരണം ഏകദേശം 2 മണിക്കൂറോളം മത്സരം തടസ്സപ്പെട്ടിരുന്നു. സെനഗലിനെ 2-3 ഗോളിന് തോൽപ്പിച്ച് നോർവേ നോക്കൌട്ട് റൗണ്ടിൽ. എൻലിംഗ് ഹോളണ്ടിന്റെ ഇരട്ട ഗോളുകളും മാർക്കസ് പെഡേഴ്സന്റെ ഗോളുമാണ് നോർവേക്ക് ആവേശകരമായ ജയം സമ്മാനിച്ചത്. സെനഗലിനായി ഇസ്മായിൽ സാർ ഇരട്ട ഗോൾ നേടി. മത്സരത്തിന്റെ തുടക്കം മുതൽ നോർവേ വ്യക്തമായ ആധിപത്യം പുലർത്തി. 43-ാം മിനിറ്റിലാണ് പെഡേഴ്സന്റെ ഗോളിലൂടെ നോർവേ അക്കൗണ്ട് തുറന്നത്. 10 മിനിറ്റിനുള്ളിൽ സെനഗൽ തിരിച്ചടിച്ചെങ്കിലും ഹോളണ്ടിന്റെ
48-ാം മിനിറ്റിലെയും 58-ാം മിനിറ്റിലെയും ഗോളുകളാണ് നോർവേക്ക് കരുത്തായത്. ഇഞ്ചുറി സമയത്ത് സാർ ഒരിക്കൽ കൂടി സെനഗലിന് പ്രതീക്ഷ നൽകിയെങ്കിലും നോർവേ പ്രതിരോധം പിന്നീട് ഗോൾ വഴങ്ങാതെ നിന്നു. ഗ്രൂപ്പ് ജെ മത്സരത്തിൽ ജോർദാനെ പരാജയപ്പെടുത്തിയ അൾജീരിയ 1-2 ഗോളുകൾക്കായിരുന്നു അൾജീരിയയുടെ ജയം. ഒരു ഗോളിന് പിന്നിലിന് ശേഷമാണ് 2 തിരിച്ചടിച്ച് അൾജീരിയ ജയം സ്വന്തമാക്കിയത്. രണ്ടാം പകുതിയിലായിരുന്നു 2 ഗോളുകളും. 36-ാം മിനിറ്റിൽ നിസാർ അൽ റഷ്ദാന്റെ ഗോളിൽ ജോർദാനാണ് ആദ്യം സ്കോർ ചെയ്തത്. 69-ാം മിനിറ്റിൽ നദീർ ബെൻബുവായിലൂടെയായിരുന്നു അൾജീരിയ ഒപ്പമെത്തിയത്. 82-ാം മിനിറ്റിൽ അമീൻ ഗ്വീരി അൾജീരിയയ്ക്ക് വിജയ ഗോൾ സമ്മാനിച്ചു. തോൽവിയോടെ ജോർദാൻ പുറത്തായി. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇന്ന് നിർണായക മത്സരം. ആദ്യ മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയോട് അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന പോർച്ചുഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. കൊളംബിയയോട് പരാജയപ്പെട്ട ഉസ്ബെക്കിസ്ഥാനും ഈ മത്സരം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രാത്രി 10:00 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിലാണ് മത്സരം. പോർച്ചുഗൽ സമ്മർദ്ദത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഏത് സമ്മർദ്ദവും അതിജീവിക്കാൻ പോന്നവരാണ് അമരത്ത്. അതുകൊണ്ടാണല്ലോ അയാൾ ഇതിഹാസമായതും ഹൃദയങ്ങൾ കീഴടക്കിയതും. പരിഹസിച്ചവരെയെല്ലാം നിശബ്ദമാക്കാൻ ആ ബൂട്ടുകൾക്ക് ഒരു നിമിഷം മതി. 6ാം ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോയ്ക്ക് ആദ്യ മത്സരത്തിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാനായില്ല. ഉസ്ബെക്കിസ്ഥാനെതിരെ ആ വീര്യം നുരഞ്ഞു പൊങ്ങുമെന്ന് കരുതാം. ബ്രൂണോ ഫെർണാണ്ടസ്, റാഫേൽ ലിയാവോ, ഗോൺസാലോ റാമോസ് തുടങ്ങി കരുത്തന്മാരുണ്ടായിട്ടും ആദ്യ കളിയിൽ ക്ലിനിക്കൽ ഫിനിഷിംഗിന്റെ കുറവ് പോർച്ചുഗൽ നിരയിൽ പ്രകടമായിരുന്നു. ക്ലബ് ഫുട്ബോളിൽ വിഖ്യാതരെങ്കിലും ബ്രൂണോയ്ക്കും വിറ്റീനിക്കും പന്ത് ബോക്സിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് നാണക്കേട്. ഉസ്ബെക്കിസ്ഥാനെതിരെ വൻ മാർജിനുള്ള ജയം മാത്രമാണ് പറങ്കിപ്പടയുടെ ലക്ഷ്യം. മറുഭാഗത്ത് തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന മനോഭാവത്തോടുകൂടിയാണ് എത്തുന്നത്. ആദ്യ മത്സരത്തിൽ കൊളംബിയയോട് 3-1 പരാജയപ്പെട്ടെങ്കിലും കന്നി ലോകകപ്പ് ഗോൾ കണ്ടെത്തി ഫുട്ബോൾ ലോകത്തിന്റെ കൈയടി നേടാൻ വൈറ്റ് വൂൾസിന് കഴിഞ്ഞു. 2006-ൽ ഇറ്റലിയെ ലോകകപ്പ് ജയത്തിലേക്ക് നയിച്ച ഇതിഹാസ പ്രതിരോധ താരം ഫാബിയോ കനവാരോയാണ് ഉസ്ബെക്കിസ്ഥാന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. പോർച്ചുഗലിന്റെ ശക്തമായ ആക്രമണ നിരയെ തടഞ്ഞു നിർത്താൻ കനവാരോയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യമായാണ് പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകതാരത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം യുവതാരങ്ങളാണ് ഉസ്ബെക് നിരയിലുള്ളത്. എന്നാൽ മൈതാനത്ത് ആ സ്നേഹം പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട് മികച്ച ഫോമിലാണ്. പാനമയെ തോൽപ്പിച്ചാണ് ഘാന എത്തുന്നത്. ജയിക്കുന്ന ടീം നോക്കൌട്ട് ഉറപ്പിക്കും. പുലർച്ചെ 4:30 നടക്കുന്ന മത്സരത്തിൽ ക്രൊയേഷ്യയും പാനമയും ഏറ്റുമുട്ടും. ആദ്യ ജയമാണ് ഇരു ടീമിന്റെയും ലക്ഷ്യം. 7:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ DR കോങ്കോയെ നേരിടും. പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച കോങ്കോ നിലവിൽ 2ാം സ്ഥാനത്താണ്. ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ച കൊളംബിയയ്ക്ക് 3 പോയിന്റുണ്ട്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. താമസിയാതെ ബസ് ഓട്ടം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഉടമകളും ജീവനക്കാരും പറയുന്നു. സ്ത്രീ യാത്രക്കാർ മുഴുവനായും സൗജന്യ യാത്രയ്ക്കായി KSRTC ബസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 3 നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബസ് ഉടമകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്വകാര്യ ബസ് വ്യവസായം. എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിലെ സാഹചര്യം ബസ് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ സർവീസ് നടത്താൻ തുടങ്ങിയ മുതൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്തൊരവസ്ഥയാണിത്. 70% സ്ത്രീകളായിരുന്നു ബസ്സിൽ യാത്രക്കാർ. ഇപ്പോൾ അവരില്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം 8 രൂപയോളം ഡീസൽ ചാർജ് വർദ്ധിച്ചു. ഡീസലിൻ്റെ പൈസ അടക്കാൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ജൂൺ 30 വരെ ടാക്സ് അടിച്ചിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ടാക്സ് അടക്കേണ്ടതാണ്. പക്ഷേ അടക്കാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മൈനസ് ബാലൻസിലാണ് പോകുന്നത്. തൊഴിലാളികൾക്ക് പോലും കൃത്യമായ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ബസ്സിൻ്റെ ഒരു വ്യവസ്ഥ തൊഴിലാളികൾ ശമ്പളം എടുത്തിട്ടാണ് തരുന്നത്. അവർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല. ആ കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്താൻ പറ്റുന്നില്ല. മിക്കവാറും ഈ ജൂൺ 30 കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ മിക്ക ബസ്സുകളും സ്റ്റോപ്പേജ് കൊടുത്ത് നിർത്തും. ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. സമരം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല.
അതുകൊണ്ട് അവർ തനിയെ ബസ് നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇതേ വിഷയമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ ബസ് നിന്നു പോകും. 2-3 പ്രൊപ്പോസൽ സർക്കാരിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണെന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പോലെ പ്രൈവറ്റ് ബസ്സിലും അതേ രീതി നടപ്പിലാക്കണമെന്നാണ്, 0 ടിക്കറ്റ്. അപ്പോൾ 0 ടിക്കറ്റ് നടപ്പിലാക്കുമ്പോൾ എത്ര പൈസയാണോ നമ്മൾ ടിക്കറ്റ് മുറിയുന്നത് ടിക്കറ്റ് മെഷീനിൽ, ആ പൈസ സ്വകാര്യ ബസ് ഉടമകൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അതിൻ്റെ സൗജന്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടിക്കറ്റ് സംവിധാനം സ്വകാര്യ ബസ്സുകളിൽ നടപ്പിലാക്കണമെന്നുള്ളത് ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഡീസലിന് പകുതി റേറ്റും അതുപോലെ ടാക്സും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ തന്നെ ബസ് ഏറ്റെടുക്കുക. സർക്കാർ ബസ് ഏറ്റെടുത്തിട്ട് ബസ് എത്ര കിലോമീറ്ററാണ് ഓടുന്നത് അതിനനുസരിച്ച് 55 രൂപ വെച്ചിട്ട് എടുക്കുക. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 11,000 രൂപ കൊടുക്കേണ്ടി വരും. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 13,000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉടമകൾക്ക് കൊടുത്താൽ മതി. കളക്ഷൻ മുഴുവൻ സർക്കാരിന് ഏറ്റെടുത്തോട്ടെ. അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ഒരുപാട് പേരാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് VD സതീശൻ ബജറ്റിൽ ഇവർക്ക് സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയാണ് ഫലം. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അത് സ്ത്രീകൾക്കും കൂടെ ഗുണം ചെയ്യുന്ന ആ ഒരു ആശയമാണ്. അത് സർക്കാർ നടപ്പിലാക്കണം. അതല്ലെങ്കിൽ ഡീസലിന് വില കുറച്ചുകൊണ്ടുള്ള സബ്സിഡി ഏർപ്പെടുത്തണമെന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യവസായം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ അടിയന്തരമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്. നൂറ്റാണ്ടിന്റെ ചരിത്രം പേറിയ വാടനാംകുറിശി റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചു. പുതുതായി നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചതോടെയാണ് ഒരു നാടിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ റെയിൽവേ ഗേറ്റ് അടച്ചത്. വൈകാതെ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രില്ല് സ്ഥാപിക്കും. ഇതോടെ ഏറെ തിക്കും തിരക്കുമുണ്ടായിരുന്ന ഒരു പ്രദേശം ഓർമ്മയാണ്. പതിറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ടാകും വാടാനംകുറിശി റെയിൽവേ ഗേറ്റിന്. കാലങ്ങളായി വാർത്തകളിലും മറ്റും നിറഞ്ഞു നിന്ന വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ഓർമ്മ മാത്രം. പുതിയതായി നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ തുടങ്ങിയതോടെയാണ് ഗേറ്റ് അടച്ചുപൂട്ടിയത്. ഗേറ്റ് താഴ്ത്തിയിട്ട് ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകളും കരിങ്കല്ലുകളും കൊണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്നതിന് തടസ്സമേർപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രില്ല് സ്ഥാപിക്കാനാണ് റെയിൽവേയുടെ നീക്കം. പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ റെയിൽവേക്കാർ അവരുടേതായിട്ടുള്ള നിയമ നടപടി എടുക്കാതിരിക്കില്ലല്ലോ. അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ റെയിൽവേ. പൊതുജനങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ചെയ്തത്. ചെയ്യേണ്ട കാലഘട്ടം വളരെ ദീർഘിച്ചു പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ജനങ്ങൾ. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും നിലവിൽ പാലം യാഥാർത്ഥ്യമായി. പാലം തുറക്കുന്നതിന് മുന്ന് ദിവസവും 16 തവണയോളം ഗേറ്റ് അടവുണ്ടായിരുന്നു. ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് അടവിന് മുൻപായി കടന്നുപോകാൻ സ്വകാര്യ ബസ്സുകാരുടെയും യാത്രക്കാരുടെയും ശ്രമങ്ങൾ പതിവ് കാഴ്ചയുമായിരുന്നു. പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോൾ സുഖമായി സഞ്ചരിക്കാൻ പാലം വന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. News 18, പാലക്കാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,375, പവന് 1,07,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,050, പവന് 88,400. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.